55 സംഗീത പ്രമാണിക്ക് തന്ത്രിയാകത്തോടെ താവയിൽ എത്തിയാനും ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കാനും എൻ്റെ യാതനയ്ക്ക് മറിഞ്ഞിരിക്കട്ടെ. എനിക്ക് ചെറിയൊന്നും ഉത്തരമല്ലായിരുന്നേ. ശത്രുവിൻ്റെ ആരോഗ്യം ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തെ പൂർത്തിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ പേരിൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. രാവിലുള്ളതുപോലെ എനിക്ക് ചെറുവുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു, മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടി പോകുമായിരുന്നു. കർത്താവെ, സംഹരിച്ച് അവർ നാവുകളിൽ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിനെ ചുറ്റി സഞ്ചരിക്കുന്നു. നീതിയേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ച ഒരു ശത്രുവല്ല. അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതരുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായ ദേവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. അവർ ജീവനുള്ള പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്ത് വന്നവർ അനേകരായിരിക്കും. ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരമല്ലും. പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല. അവർ ദൈവത്തെ ഭയപ്പെടുന്നൊന്നുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റി ചെയ്ത് തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലുള്ള യുദ്ധപത്രേ. അവൻ്റെ വാക്കുകൾ അനേക മയമുള്ളവായെങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. നിന്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും.